നമുക്ക് ഹുഡിനിയിൽ ഈ ടൈപ്പ് ഓഫ് അനിമേഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ ഹുഡിനി സീന് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കൊമേർഷ്യൽ വേർഷൻ ഉള്ള ഒരു ഹുഡിനിയാണ്. അത് അപ്രൻറ്റീസ് ഹുഡിനിയാണ്. അപ്പോൾ നമുക്കത് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നോൺ കൊമേർഷ്യലാണ്. ഇപ്പോൾ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ടീച്ചേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് പല ഓപ്ഷൻസും വർക്ക് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. എന്താണ് മെയിൻ ആയിട്ടുള്ള സംഭവങ്ങളൊന്നും അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് റെൻഡർ ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു സ്പിയർ, ഒരു പോളിഗൺ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു കാരണവശാലും ക്രിയേറ്റ് ചെയ്യരുത്. കാരണം നമ്മൾ ആദ്യമേ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ജിയോമെട്രിക്കാണ്. ഈ ജിയോമെട്രിക്കകത്താണ് നമ്മൾ മൊത്തം കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. സോ ജിയോമെട്രി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു സ്പിയർ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, സ്പിയർ പോളിഗൺ ആണ്. ഞാൻ ക്ലിക്ക് ചെയ്തു. ഓപ്ഷൻ എവിടെയുണ്ട്, പ്രിമിറ്റീവ് ടൈപ്പ് പോളിഗൺ മെഷീൻ നമ്മൾ പോളിഗണിലേക്ക് കൺവേർട്ട് ചെയ്തു. ഓക്കെ, ഇതിൻ്റെ വേറെ ഒരു ഓപ്ഷൻ തൽക്കാലത്തേക്ക് ഞാൻ ചേഞ്ച് ചെയ്യുന്നില്ല, ഇതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അതിനുശേഷം ഞാൻ സ്കാറ്റർ എന്ന് പറയുന്ന ഒരു ടാബ് അടിച്ചു കൊടുക്കും. സ്കാറ്റർ ഇവിടെ ക്ലിക്ക് ചെയ്യുക, മൂവ് ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ട് ഒരു വട്ടം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്കാറ്റർ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഫോഴ്സ് കൗണ്ട് എന്ന് പറയുന്നത് 1000 ആണ്. അതങ്ങനെ ഇരുന്നോട്ടെ. ഒരു സ്പിയറും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ സ്പിയർ എന്തായിരിക്കണം, പോളിഗൺ തന്നെ ആയിരിക്കണം ആ സ്പിയറും. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് കോപ്പി ടു പോയിന്റ്സ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. ആ ടാബ് ഇവിടെ എടുക്കുന്നു. അതിനുശേഷം ഞാൻ സെക്കൻഡ് സ്പിയറിൻ്റെ ഇതിൻ്റെ അകത്ത് റിക്വയർഡ് ജോമെട്രി ടു കോപ്പിയിലും ഇത് ടാർഗറ്റ് പോയിന്റ് ടു കോപ്പിയിലും ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആക്കുന്നു. അപ്പോൾ നമുക്ക് 2-3 പ്രോബ്ലം ഉണ്ട്. ഒന്ന്, ഈ സ്കാറ്ററിൻ്റെ ഫോഴ്സ് ടോട്ടൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ 1000 ആണ്. അത് ഞാനൊരു 65 ആക്കാം. അപ്പോഴും സ്വല്പം ഒന്ന് കുറഞ്ഞതേ ഉള്ളൂ. ഇനി ഈ സ്പിയറിൻ്റെ യൂണിഫോം സ്കെയിൽ, അതായത് നമ്മൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്ത സ്പിയർ 2ൻ്റെ യൂണിഫോം സ്കെയിൽ ഞാൻ 0.2 ആക്കുന്നു. ഇപ്പോൾ കുറച്ച് വലുതായിപ്പോയി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്വല്പം കൂടെ ചെറുതാക്കാം. 0.1 ആക്കുന്നു. ഓക്കെ, അപ്പം മെയിൻ ആയിട്ടുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പിയർ 1ഉം അതിനെ നമ്മൾ ഒന്ന് സ്കാറ്റർ ചെയ്യിപ്പിച്ചു, കോപ്പി ടു പോയിന്റ് ആക്കി. അതിനുശേഷം ഈ ഒരു സ്പിയർ 2നെ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്പിയേഴ്സ് ആക്കി നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ജനറേറ്റ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സ്പിയറിൻ്റെ അകത്ത് നമുക്ക് സോൾവർ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യുക, സോൾവർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് സെലക്ട് ചെയ്യുക. ഈ സ്പിയറിൻ്റെ ഈ ഒരു നോഡിലേക്ക് ഫസ്റ്റ് ഇനിഷ്യൽ ജോമെട്രി ഇൻപുട്ടിലേക്ക് ഇത് കണക്ട് ചെയ്യുക. സോൾവർ ഓപ്പൺ ആക്കുക. സോൾവറിനെ ഓപ്പൺ ആക്കുക മീൻസ് എന്താണ്, സോൾവറിൻ്റെ അകത്തേക്ക് കയറുക. ഇതിപ്പം ജസ്റ്റ് കാണാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത ഈ സോൾവർ കാണാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഇതിൻ്റെ സ്റ്റാർട്ട് ഫ്രെയിം, റീസെറ്റ്, സ്റ്റിമുലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് ഒരു ബേസിക് അനിമേഷൻ അതും ചെയ്യാം. സോ സോൾവർ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു പ്രീവിയസ് ഫ്രെയിം, ഇൻപുട്ട് 1, ഇൻപുട്ട് 2 അങ്ങനെ പല പല ഇൻപുട്ട്സ് ഉണ്ട്. നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് 1 മാത്രമാണ്. ഞാൻ ഇതിൻ്റെ ഔട്ട് ഇവിടെ നിന്ന് അങ്ങ് ഡിസ്കണക്ട് ചെയ്തു. എന്നിട്ട് ഈ പ്രീവിയസ് ഫ്രെയിമിൻ്റെ അകത്ത് നിന്നും നമുക്ക് നോഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സ്വിച്ച് എന്ന് പറയുന്ന നോഡ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. SW അത് നമുക്ക് സിമുലേഷന് വേണ്ടിയിട്ട് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചു. ഈ ഒരു നോഡ് ഇതിലേക്കും ഈ ഒരു നോഡ് എന്ത് ചെയ്യും, ഇതിലേക്കും ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണ് സ്വിച്ച് എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടുള്ളത്. ബാക്കി എല്ലാ നോഡും ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ അകത്ത് കയറിയതിന് ശേഷം സ്വിച്ചിൻ്റെ അകത്ത് സെലക്ട് ഇൻപുട്ട് എന്ന് പറയുന്നത് 1 ആണ്. എന്ന് പറഞ്ഞാൽ 1 ആണെന്നും പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ആ ഒരു ടൈം ലൈനിൻ്റെ ഇൻപുട്ട് ഞാൻ 1 കൊടുത്തു. അപ്പോൾ ഇത് സെലക്ട് ഇൻപുട്ടിൻ്റെ അകത്ത് നമുക്കൊരു കോഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഡോളർ സിമ്പിൾ അടിക്കുക. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡോളർ സിമ്പിൾ അടിക്കുക. 4ൻ്റെ തൊട്ട് മുകളിലുള്ള ഡോളർ സിമ്പിളും F ക്യാപ്സ് ലോക്ക് അടിക്കുക. ഈക്വൽ 1 ആവുമ്പോൾ അതിൻ്റെ അകത്ത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ട്വിസ്റ്റ് ആയതുകൊണ്ട് ഇൻപുട്ട് 1 ആയി. വീണ്ടും പ്രീവിയസ് ഫ്രെയിമിലോട്ട് പോയി. ഓരോ ഫ്രെയിം ബൈ ഫ്രെയിമായിട്ട് കറങ്ങി പോകുമ്പോഴും നമുക്ക് എന്താണ്, നമുക്ക് അതിൻ്റെ വേരിയേഷൻ ഔട്ട്പുട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടു ഭയങ്കര സ്പീഡിൽ പോവുകയാണ്. നമ്മൾ എന്ത് ഓൺ ആക്കുക, ഇതിൻ്റെ അകത്ത് റിയൽ ടൈം ടോഗിൾ ഓൺ ആക്കി കഴിഞ്ഞാൽ അത് പതുക്കെ റിയൽ ടൈമിൽ പ്ലേ ആവും. എന്നിട്ട് ഈ ഔട്ട്പുട്ടിനെ എടുത്ത് ഔട്ടിൽ കൊടുക്കുക, ഇത് ഓൺ ആക്കുക. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനി ഒരു വട്ടം പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഈ സോൾവറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം, എന്തെങ്കിലും അനിമേഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ. ഇല്ല. കോപ്പി ടു പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് ഒന്നും കൂടെ പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് എന്താണ്, ഒരു അനിമേഷനും നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. ഈ ഒരു പർട്ടിക്കുലർ ഒബ്ജക്ട്സിനകത്ത് കാണുന്നില്ല. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, സോൾവറിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ച്
ആനിമേഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്പിയറും ഒരു സ്കാറ്ററും ഒരു കോപ്പി ടു പോയിന്റ് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, കൺട്രോൾ സി, എന്നിട്ട് എന്ത് ചെയ്യുക, സോൾവറിൽ ക്ലിക്ക് ചെയ്യുക, കൺട്രോൾ വി. അപ്പോൾ ഈ ഒരു സ്പിയറും കോപ്പി ടു പോയിന്റും സ്കാറ്ററും അങ്ങനെയുള്ള കാര്യങ്ങൾ 3 എണ്ണവും നമുക്കത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഔട്ടിനെ അങ്ങോട്ട് ഡിസ്കണക്ട് ചെയ്യുക. ഔട്ട് നമ്മൾ ലാസ്റ്റ് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഔട്ട് നമ്മൾ ഒരു കാരണവശാലും അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൻ്റെ അകത്ത് സ്കാറ്റർ എവിടെ കണക്ട് ചെയ്യണം, അതേപോലെ സ്വിച്ച് നമ്മൾ എവിടെ കണക്ട് ചെയ്യണം എന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം. അപ്പോൾ സ്വിച്ചിന് നമുക്കൊരു കാര്യം ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സ്വിച്ചിനെ നമുക്ക് ഔട്ട്പുട്ടിലോട്ട് കണക്ട് ചെയ്യാം. അതിന് മുന്നേ സ്കാറ്ററിനെ നമുക്ക് സ്വിച്ചിൽ കണക്ട് ചെയ്യാം. ഇങ്ങനെ വലിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് പോകരുത്, ആ സ്കാറ്റർ അവിടെ ഇരുന്നോട്ടെ. ഒരു സ്വിച്ചിൻ്റെ നമുക്ക് ഇങ്ങനെ ഔട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല, സ്കാറ്ററിനെയും കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു നോഡും കൂടെ ആവശ്യമുണ്ട്. മെർജ് എന്ന് പറയുന്ന നോഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. മീൻസ് 2 കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സ്വിച്ചിൻ്റെ ഇൻപുട്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വിച്ചിൻ്റെ ഇൻപുട്ടിനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം, സ്കാറ്ററിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ മെർജ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മെർജിനെ നമുക്ക് കോപ്പി ടു പോയിന്റിൽ ഒരെണ്ണവും സ്വിച്ചിൽ ഒരെണ്ണവും ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഔട്ടിനെ എടുത്തിട്ട് ഇത് ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇനി ഇത് നമുക്ക് ഔട്ട് ഓൺ ആക്കി കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിൽ ഇത് വന്നു. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു സ്വിച്ചിലാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക, ഒന്നുമില്ല. സ്വിച്ചിൽ തിരിച്ചു പോയിട്ട് ഈ ഒരു സോൾവർ ഓൺ ആക്കി നോക്കിയാലോ, പ്ലേ ചെയ്ത് നോക്കിയാലോ, നമുക്കിപ്പം പക്ക അനിമേഷൻ കിട്ടുന്നുണ്ട്. ഞാൻ ഒന്നും കൂടെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ സ്വിച്ചിൽ ഓൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു അനിമേഷൻ നമുക്ക് ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. ഓരോന്നേരം ക്ലിക്ക് ചെയ്ത് നോക്കിയാലും ഇതിൻ്റെ അകത്ത് എല്ലാം അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ഈ ഒരു സോൾവറാണ്. സോൾവർ നമ്മൾ കാണണം. സോൾവർ കണ്ടാൽ മാത്രമേ നമുക്ക് എന്താണ് ഈ ഒരു അനിമേഷൻസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, സോൾവർ അങ്ങ് ഓപ്പൺ ആക്കി കൊടുത്തിട്ട് നമ്മളിപ്പോൾ ചെയ്ത അനിമേഷൻസ് നമുക്കൊന്ന് കണ്ടു നോക്കി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഉള്ള അനിമേഷനാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സോ ഞാൻ ഒന്നും കൂടെ പറയാം, നമുക്ക് ഈ സോൾവറിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത്, സ്വിച്ചിൻ്റെ അകത്ത് നിന്നും മെർജിലേക്ക്, സ്കാറ്റർ ടു കോപ്പി ടു പോയിന്റ്, അതിനുശേഷം ഔട്ട്പുട്ട്. സോ ഈ ഒരു ഹുഡിനിയുടെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഹുഡിനിയുടെ കൂടുതൽ ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ താഴെ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം മുതലേ ഹുഡിനിയുടെ ബേസിക് കാര്യങ്ങൾ കണ്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. സോ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ ട്യൂട്ടോറിയൽസുമായിട്ട് നമുക്ക് കാണാം. അണ്ടിൽ ദെൻ, ഗുഡ് ബൈ.